80ാം സ്വാതന്ത്ര്യ ദിന ആഘോഷം ആഗസ്റ്റ് 15-ാം തീയതി ആഘോഷിച്ചു. വളരെ ആധുനിക രീതിയിൽ എല്ലാതരം ഭാരതത്തിലെ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ അതിഗംഭീരമായിക്കൊണ്ട് തന്നെ ഇന്ത്യ അത് ആഘോഷിച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പലരും ആ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിൻ്റെയും പലതരം കലാ കായിക പ്രദർശനങ്ങൾ ഈ സമയത്ത് ചെങ്കോട്ടയിൽ അരങ്ങേറി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിവിശാലമായ ഒരു അറിവ് ഇന്ത്യൻ ജനതയ്ക്കായി പ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചു. ഈ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സേനയിലെ, അതായത് പോലീസ്, നേവി, അങ്ങനെ എല്ലാ വിവിധ ബോർഡർ സെക്യൂരിറ്റി ഓരോ വിഭാഗത്തിലെയും ഇപ്പോൾ സർവീസിൽ ജോലി ചെയ്യുന്ന പേരെടുത്ത ജോലിക്കാർക്കെല്ലാം പലതരത്തിലുള്ള അവാർഡുകൾ കൊടുത്തു അംഗീകരിച്ചുകൊണ്ട് അവരെ ആദരിച്ചിരുന്നു. ഈ സമയത്ത് വളരെ ജനശ്രദ്ധ നേടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് വളരെയധികം രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് അസറ്റായിട്ടുള്ള ചില പ്രവർത്തികൾ കാണിച്ച ചില ഉന്നത വ്യക്തികൾക്ക് ഇന്ത്യയുടെ ഭരണകൂടം ആദരിക്കുന്നതിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഒരു മെൻഷനിങ് ഡെസ്പാച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ആദരവ് 89 പേരെയാണ് അതിലേക്ക് ഈ 80ാം സ്വാതന്ത്ര്യ സമര ആഘോഷ പരിപാടി നടക്കുമ്പോൾ 89 പേരെയാണ് ഈ മെൻഷനിങ് ഡിസ്പാച്ചിലേക്ക് തിരഞ്ഞെടുത്തിരുന്നത്. അതിൽ പ്രധാനമായും ഇതിലേക്ക് പേര് വരണമെങ്കിൽ രാജ്യത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി, രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി ജീവൻ പണയം വെച്ച് ചെയ്യുന്ന പ്രവൃത്തി നോക്കിയിട്ടാണ് ഈ പ്രത്യേക ആദരവ് ഈ വ്യക്തികൾക്ക് കിട്ടുന്നത്. ഈ 89 പേരിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന, അതായത് ലോകരാജ്യങ്ങളിൽ തന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെ തന്നെയാണ്. അതിനു പുറമെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഈ ആദരവ്, മെൻഷനിങ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഈ അംഗീകാരം ഈ 89 പേർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിയായി മുന്നോട്ട് വന്നത് ഒരു ശക്തനായ ഗൗരവത്തോടു കൂടി അവിടെ വന്ന് മുന്നിൽ നിന്നത് കേവലം ഒരു വളർത്തു നായ, പോലീസ് നായയായിരുന്നു. എല്ലാവരെയും ലോകം തന്നെ ആ വാർത്ത കണ്ട് നോക്കിയിരിക്കുകയായിരുന്നു. ആ ഡോഗിൻ്റെ ജീവചരിത്രം അവിടെ വായിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരുന്ന ആക്രമണങ്ങൾ മുന്നേക്കൂട്ടി കണ്ടെത്തുന്നതിനായി ഈ നായ ഇന്ത്യൻ മിലിറ്ററിക്കൊപ്പം ജോലി ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലായിരുന്നു. ജമ്മു കാശ്മീരിൽ അതിശക്തമായ ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറി വരുന്ന ആ സമയത്ത്
ഇന്ത്യൻ മിലിറ്ററി പോലും അറിയാതെ ഇരിക്കുന്ന സമയത്ത് വന്നു എന്നുള്ള സംശയത്തിൻ്റെ മുകളിൽ പല ഭാഗങ്ങളിലായി ഇന്ത്യൻ സേന തെരഞ്ഞു നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്കൊപ്പം ധൈര്യമായിട്ട് നായയും മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞു നടക്കുന്ന ഒരു സമയത്ത് ഈ മിലിറ്ററി ഓഫീസർമാരെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് നായ ഒറ്റയ്ക്ക് ചില ഭാഗങ്ങളിലേക്ക് മണത്ത് ഓടിപ്പോയി. അപ്പോഴും ഓഫീസർമാർ പല വഴിക്ക് പോകുമ്പോൾ അങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഇവൻ ഒരു വഴിക്ക് മണത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വെടിയൊച്ച കേൾക്കുന്നു. കുറച്ചകലെ നിന്നും ഈ നായയെ വെടിവെച്ചു. ഭാഗ്യം കൊണ്ട് നായയുടെ വലത്തെ കാലിലാണത് കൊണ്ടത്. വേറെ കാര്യമായ പരിക്കൊന്നും നായയ്ക്ക് കിട്ടിയില്ല. കാലിൽ വെടികൊണ്ട നായ ആ വേദന സഹിച്ചുകൊണ്ട് ആ ഓട്ടം നിർത്തിയില്ല. നായ ഉന്നം വെച്ച സ്ഥലത്തേക്ക് ഓടിപ്പോയി. പിന്നാലെ ഓടി ഓഫീസർമാർ. അപ്പോഴാണ് അകലെ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നത് കാണുന്നത്. നായ അത് വളരെ ബുദ്ധിപൂർവമായി മണത്ത് കണ്ടെത്തി എന്നത് തന്നെയാണ് സത്യം. തുരിതരായുള്ള വെടിയുടെ ഭാഗമായി ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദികൾ അവിടെ വെടികൊണ്ട് വീണു മരിച്ചു. തികച്ചും ഒരു നായ, ഒരു ഡോഗ് രാജ്യത്തിന് വേണ്ടി കാണിച്ചു തന്നതായിരുന്നു ആ ഒരു സർവീസ്. ആ നായയുടെ പേരാണ് ടൈസൺ, ജീവിച്ചിരിക്കുന്ന നായ. ആ നായയുടെ കാല് ആ ഓപ്പറേഷൻ അവിടെ ഈ ഭീകരവാദികളെയൊക്കെ വെടിവെച്ചു ഇട്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് ആ കാശ്മീർ താഴ്വരയിൽ വെടികൊണ്ട് കാലിന് പരിക്കേറ്റിരിക്കുന്ന നായയെ പെട്ടെന്ന് നേവിയുടെ എയർഫോഴ്സിൻ്റെ ചാർട്ടേഡ് ഫ്ലൈറ്റ് അവിടെ വരുന്നു. ഈ നായയെ അതിൽ കയറ്റി പെട്ടെന്ന് കൊണ്ടുപോയി സർജറി ചെയ്ത് നായയ്ക്ക് എല്ലാവിധ ചികിത്സയും നൽകി രക്ഷിക്കുന്നു. ആ നായയാണ് 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ആഘോഷവേളയിൽ മെൻഷനിങ് ഡിസ്പാച്ചിൽ 89 പേരുടെ പേരിൽ ഈ ടൈസൺ നായയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആദരിച്ചു. ആ ഗ്രൂപ്പ് ഫോട്ടോയിൽ കാണാം. ഓരോരുത്തരെയും വിളിച്ച് ആദരവ് കൊടുക്കുമ്പോൾ ഈ ടൈസൺ എന്ന് പറയുന്ന നായയുടെ പേര് ആ മൈക്കിൽ കൂടി കേൾക്കുമ്പോൾ നായ തന്നെ തലപൊന്തിച്ച് നോക്കിക്കൊണ്ട് ആ ആദരവ് സ്വീകരിക്കുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. എന്തായാലും ഇന്ത്യയിലെ 150 കോടി ജനങ്ങളും അത് കണ്ടിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ അത് കണ്ടിരുന്നു. ലോകത്ത് തന്നെ അത്ഭുതമായിരിക്കും ഒരു ജീവിച്ചിരിക്കുന്ന നായ ഒരു രാജ്യത്തിൻ്റെ, അതും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ളൊരു അംഗീകാരം നേടിയെടുക്കുന്ന ജീവിച്ചിരിക്കുന്ന ഒരു ഡോഗാണ് ടൈസൺ. അത് കാലങ്ങളോളം, ലോകം നിലനിൽക്കുന്നോളം കാലം, അല്ലെങ്കിൽ അടുത്ത ലോകത്തിലും ഇത് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യയുടെ ഓരോ വ്യക്തികളെയും ഈ നായ രക്ഷിച്ച ആ നായയുടെ ആ ശ്രദ്ധ കൊണ്ട് നമുക്ക്, അല്ലെങ്കിൽ ആ ഭീകരന്മാർ വന്ന് ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങൾ എവിടെയൊക്കെ വന്ന് ഉണ്ടാക്കുമെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ കാശ്മീർ താഴ്വരയിലോ വേറെ എവിടെയോ വന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ വന്ന് ജെട്ടി ഊരാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ഡോഗ് ടൈസന് ലാൽ സലാം എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടി.